ഭരണഘടനയുമായി ബന്ധപ്പെട്ട ലോക്സഭയിലെ ചർച്ചയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സംസാരിക്കും. ചർച്ചയിൽ ഇന്നലെ ഭരണ പ്രതിപക്ഷങ്ങളുടെ ആരോപണ പ്രത്യാരോപണങ്ങൾക്കാണ് ലോക്സഭ സാക്ഷ്യം വഹിച്ചത്. അതേസമയം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, സംഭവബഹുലമായ ലോക്സഭാ ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. ബൽറാം. ഹാഷ്മി, ഈ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം എന്നുള്ളത് ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിൽ ഒട്ടേറെ വിഷയങ്ങളിലുള്ള ഏറ്റുമുട്ടലുകൾക്ക് സാക്ഷ്യം വഹിച്ചതാണ്. അതിന്റെ തുടർച്ചയായാണ് ഭരണഘടന സംബന്ധിച്ചുള്ള 2 ദിവസത്തെ ചർച്ചകൾക്ക് ഇരുകൂട്ടരും തമ്മിൽ സമവായതും ആ ചർച്ചകൾ ഇന്നലെ മുതൽ ആരംഭിച്ചതും. ഇന്ന് ഇപ്പോൾ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഭരണപക്ഷത്തിന് വേണ്ടി ഈ വിഷയത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചരിത്രപരമായ ഡോക്ടർ BR അംബേദ്കറിന്റെ ഉദ്ധരണികൾ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിനെതിരെയും ജവഹർലാൽ നെഹ്റുവിനെതിരെയുമുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നു. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകും വൈകിട്ട് ഈ ചർച്ചകൾക്ക് മറുപടി പറയുക. രാഹുൽ ഗാന്ധിയും ഈ ചർച്ചകളിൽ പങ്കെടുത്ത് ഇന്ന് സംസാരിക്കും. 12 മണി മുതൽ 4 മണിക്കിടയിലുള്ള സമയത്തായിരിക്കും രാഹുലിന്റെ പ്രസംഗം എന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. ഈ പാർലമെന്റ് സമ്മേളന കാലയളവിൽ ഉയർന്ന വിഷയങ്ങൾ അദാനി കോഴ, സംബാൽ സംഘർഷം, മണിപ്പൂർ സംഘർഷം അടക്കമുള്ള മുഴുവൻ വിഷയങ്ങളും ഈ ചർച്ചയ്ക്കിടെ ഉന്നയിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷം ലക്ഷ്യം വെക്കുന്നത്. അതേസമയം അടിയന്തരാവസ്ഥ ആയുധമാക്കിക്കൊണ്ടാണ് ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുന്നത്. ഈ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതേസമയം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് തിങ്കളാഴ്ച കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ലോക്സഭയിൽ അവതരിപ്പിക്കും. 2 ബില്ലുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്നത്. ഈ നിയമസഭകളുടെയും ലോക്സഭയുടെയും തെരഞ്ഞെടുപ്പ് ഒന്നിച്ചു നടത്താൻ ആവശ്യമായ ഭരണഘടനയുടെ 129-ാം ഭേദഗതി, ഒപ്പം തന്നെ നിയമസഭ നിലവിലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കായുള്ള മറ്റൊരു ഭേദഗതി എന്നിങ്ങനെ 2 ബില്ലുകളാണ് തിങ്കളാഴ്ച ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ബൽറാം നെടുങ്ങാടിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വൺ നേഷൻ വൺ ഇലക്ഷൻ അടക്കമുള്ള ബില്ലുകൾ ഇനി അങ്ങോട്ട് സംഭവബഹുലമായ ലോക്സഭാ ദിവസങ്ങളാണ്.